ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം നമ്മളിന്ന് വായിക്കാൻ ശ്രമിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു നവോമിയുടെ ബന്ധുവായ ബോവസിൻ്റെ മെതിക്കളത്തിൽ അവൻ്റെ പാടത്ത് രൂത്ത് ചെല്ലാൻ ഇടയായി തീർന്നു. ബോവസ് അവളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ അവൻ അവിടെ നിന്ന് അവൾക്ക് പ്രതിഫലമൊക്കെ കൊടുത്തു വിടുന്നു, അവളോട് കാരുണ്യം കാണിക്കുന്നു. കറ്റകൾക്കിടയിൽ കാലാപെറുക്കാനുള്ള അവസരം അവൾക്ക് കൊടുക്കുന്നു. തൻ്റെ ദാസന്മാരോട് പറയുന്നു, നിങ്ങൾ അതിൽ നിന്ന് അവൾക്ക് കതിരുകൾ എടുക്കത്തക്കവണ്ണം ഊരിയിട്ട് കൊടുക്കാൻ പറയുന്നു. അതൊക്കെ ഈ കാര്യങ്ങളൊക്കെയും അവൾ വന്ന നവോമിയുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ നല്ല അമ്മയായ നവോമി ഈ മകളെ ഉപദേശിക്കുകയാണ്. മോളെ, നിനക്കൊരു ജീവിതം ഉണ്ടാകണം, നിനക്കൊരു നല്ല കുടുംബ ജീവിതം ഉണ്ടാകണം. അതിനുവേണ്ടി നിനക്ക് ദൈവം സഹായിക്കട്ടെ. ആ ദേവരധർമ്മം എന്ന കാര്യം ഇവിടെ തീർച്ചയായും നവോമി ഇപ്പോൾ ഈ മരുമകളോട് പറഞ്ഞിട്ടുണ്ടാകും. നീ അതുകൊണ്ട് ബോവസിൽ നിന്ന് നിൻ്റെ അവകാശം നിനക്ക് ലഭിക്കത്ത, അവൻ നമ്മുടെ ബന്ധുവാണ്, നിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഒരു ക്രമീകരണം നമുക്കുണ്ടാകണം. നീ അതിനു വേണ്ടി ശ്രമിക്കണം. നല്ല അമ്മയുടെ നല്ല മനസ്സിൽ നിന്നുള്ള നല്ല ഉപദേശത്തെ മകൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. ബോവസ് അത്ര ചെറുപ്പക്കാരനൊന്നുമല്ല, പ്രായമുള്ള ആളാണ്. എങ്കിൽ പോലും അമ്മയോടുള്ള സ്നേഹബന്ധവും ഒക്കെ അവളിലുണ്ട്. അവൾ മറ്റൊരു വിവാഹ ജീവിതമൊന്നും ആഗ്രഹിച്ച കുട്ടിയല്ല. ആയിരുന്നെങ്കിൽ അവൾക്ക് വേറെ വിവാഹം കഴിച്ച് പോകാമായിരുന്നല്ലോ, ഓർപ്പ പോയതുപോലെ. അമ്മ അവൾക്കൊരു ഉപദേശം കൊടുക്കുന്നു. ഇന്ന് ബോവസ് തൻ്റെ മെതിക്കളത്തിൽ വരുമെന്ന് ഞാൻ അറിയുന്നു. നീ അതുകൊണ്ട് ഇന്ന് നല്ല വസ്ത്രം ധരിച്ച് പരിമളവർഗ്ഗങ്ങളൊക്കെ പൂശി നീ അവിടെ ചെല്ലണം. അവൻ അവിടുത്തെ വൈകിട്ടത്തെ അത്താഴം കഴിഞ്ഞ ശേഷം എവിടെയാ കിടന്നുറങ്ങുന്നതെന്ന് നീ മനസ്സിലാക്കിയതിന് ശേഷം അവൻ ഉറക്കം പിടിച്ചു കഴിയുമ്പോൾ നീ അവൻ്റെ അടുത്ത് ചെല്ലണം. അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി നീ അവിടെ കിടക്കണം. നല്ല അമ്മയുടെ ആ നല്ല ഉപദേശത്തെ ഇത് മരുമകൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ഈ പറഞ്ഞതുപോലെയൊക്കെ അവിടെ ചെന്ന് ചെയ്യുകയാണ്. അവൻ ഉറങ്ങാൻ കിടന്നു. അവൻ ഉറങ്ങിക്കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ചെന്ന് കാലിന് പുതപ്പ് മാറ്റി അവൻ്റെ കാൽച്ചുവട്ടിൽ കിടന്നു. അവൻ ഞെട്ടി ഉണർന്നു. രൂത്തിനെ കാണുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു. അവൾ എല്ലാ കാര്യങ്ങളും ബോവസിനോട് ഇവിടെ തുറന്നു പറയുന്നു. ബോവസ് അവിടെ ദൈവനാമത്തിൽ അവളെ അനുഗ്രഹിക്കുകയാണ്. പുണ്യവാനും നീതിമാനുമായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അവൾക്ക് ലഭിക്കേണ്ട അവകാശത്തെക്കുറിച്ച് അദ്ദേഹത്തിനും ബോധ്യമുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു കാര്യം ചിന്തിച്ചു. അവളോട് പറഞ്ഞു, എന്നേക്കാൾ നിനക്ക് കുടുംബബന്ധം അടുപ്പമുള്ള മറ്റൊരു യുവാവുണ്ട്. അവനാണ് ഒന്നാമത്തെ അവകാശി. നിന്നിൽ നിന്ന് നിൻ്റെ ഭർത്താവിൻ്റെ പേരിൽ മക്കളെ ജനിപ്പിക്കുവാനുള്ള ഒന്നാമത്തെ അവകാശി അവനാണ്. ദേവരധർമ്മം അവന് ഇത് നിർവഹിക്കുമെങ്കിൽ അവനുള്ള അവസരം ഞാൻ നിഷേധിക്കുകയില്ല. നീതിമാനായ ഒരു മനുഷ്യന് മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. ബോവസോട് പറയുന്നുണ്ട്, ഈ നാട്ടിലുള്ള മറ്റ് സുന്ദരന്മാരെയോ ധനികന്മാരെയോ ദരിദ്രന്മാരെയോ ഒന്നും നീ സമീപിക്കാതെ എന്നെ തന്നെ സമീപിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാലും എന്നേക്കാൾ യോഗ്യനായ മറ്റൊരാളുണ്ട്. അവൻ നിന്നെ സ്വീകരിക്കുമെങ്കിൽ അവൻ്റെ അവകാശം കഴിഞ്ഞിട്ട് മതി എനിക്ക്. ഏതൊരു മനുഷ്യനും ഇങ്ങനൊരു അവസരം ലഭിക്കുമ്പോൾ ഇത് പരമാവധി ഉപയോഗിക്കാൻ മാത്രമേ ശ്രമിക്കാറുള്ളൂ. ഇവിടെ നീതിമാനായ ജോസഫിനെ കുറിച്ച് കൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അദ്ദേഹത്തിനാണെങ്കിൽ പാപം ചെയ്യാനുള്ള പ്രേരണയാണ് അദ്ദേഹത്തിന് ഇത് ലഭിച്ചത്. പുത്തിഫേറിൻ്റെ ഭവനത്തിലെ ഒരു മന്ത്രിയെപ്പോലെ അദ്ദേഹത്തിന് താമസിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും അവിടെ ഉണ്ടായിരുന്നവനാണ്. സുന്ദരിയായ പുത്തിഫേറിൻ്റെ ഭാര്യയിൽ നിന്നുള്ള പ്രലോഭനം വന്നതുമാണ്. പക്ഷേ ജോസഫ് അത് ചെയ്തില്ല. ബോവസും നീതിപൂർവ്വം ഇവിടെ പ്രവർത്തിക്കുകയാണ്. അവൻ നിൻ്റെ അവകാശം നിനക്ക് ലഭിക്കേണ്ട അവകാശം നൽകുന്നെങ്കിൽ
നൽകുന്നില്ല എങ്കിൽ ഞാനത് നൽകുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അവകാശപ്പെട്ടവൻ ആദ്യമേ തന്നെ അവൻ്റെ അവകാശം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ബോവസ് മാറിക്കൊടുക്കുവാൻ ഇവിടെ തയ്യാറാവുകയാണ്. പ്രഭാതമായപ്പോൾ 6 അളവ് ബാർലിയൊക്കെ അവൾക്ക് കൊടുത്തുവിട്ട് നവോമിയുടെ അടുത്തേക്ക് അവിടെ തിരിച്ചയക്കുകയാണ്. പ്രിയമുള്ളവരെ, നവോമി രൂത്ത് ചെന്ന് അമ്മാവിയമ്മയുടെ നവോമിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, നമുക്ക് കാത്തിരുന്ന് കാണാം. ബോവസ് ഇന്ന് തന്നെ അതിന് തീരുമാനമുണ്ടാക്കും. കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവം ഇടപെടട്ടെ, ദൈവം കരുതട്ടെ എന്നാണ്. രണ്ടുപേരും നിഷ്കളങ്ക ഹൃദയരാണ്. അതുകൊണ്ട് അവർക്ക് ബലപ്രയോഗത്തിലൂടെയോ മറ്റ് പ്രലോഭനങ്ങളിലൂടെയോ ഒന്നും ബോവസിനെ സ്വാധീനിക്കുകയില്ല. ദൈവം അവിടെ ഇടപെടട്ടെ. അതാണ് കാത്തിരുന്ന് കാണാമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ഈ രൂത്തും ബോവസുമായുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവും പരിശുദ്ധ സഭയുമായുള്ള ഒരു ബന്ധമായി നമുക്കിതിനെ കാണാവുന്നതാണ്. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലും ദൈവ മനുഷ്യ ബന്ധം മണവാട്ടി ബന്ധമായിട്ട് പറയുന്നു. ഉത്തമഗീതത്തിൽ നമ്മളതാണല്ലോ വായിക്കുന്നത്. യഹോവയായ ദൈവം ആദ്യ വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടിയായിരുന്നു പഴയ നിയമസഭ. നമ്മുടെ വിവാഹ കൂദാശയിലെ ആശീർവാദ പ്രാർത്ഥന ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോടെ ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിറങ്ങി വന്ന മഹോന്നതൻ നമ്മളെയും സംഘം മുഴുവനെയും വാഴ്ത്തുമാറാകട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ആ മണവാട്ടി പഴയ നിയമസഭയാണ്. അവളുമായുള്ള വിവാഹ ഉടമ്പടി യഹോവയായ ദൈവം നടത്തിയതായിരുന്നു സീനായി ഉടമ്പടി, 10 കൽപ്പനകൾ കൊടുത്തത്. എന്നാൽ കൂടി വരുന്നതിന് മുൻപ് അവൾ മറ്റ് പുരുഷന്മാരുടെ കൂടെ എന്ന് പറഞ്ഞ് മറ്റ് ദൈവങ്ങളുടെ പിന്നാലെ പോയപ്പോൾ ദൈവം മറ്റൊരു മണവാട്ടിയെ കണ്ടെത്തി. അതാണ് ഞാനും നിങ്ങളുമാകുന്ന പുതിയ നിയമസഭ. നമുക്ക് യോഗ്യത ഒന്നുമില്ലായിരുന്നു. പാപം ചെയ്ത് ദൈവത്തിന് അകന്നുപോയ മനുഷ്യവർഗമായിരുന്നു. നമുക്ക് വീണ്ടും ആ മണവാട്ടിയുടെ സ്ഥാനത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് സകല ത്യാഗങ്ങളും സഹിച്ച് ക്രൂശിൽ മരിച്ചു. ഇതാണ് ക്രിസ്തുവാകുന്ന മണവാളൻ സഭയാകുന്ന മണവാട്ടിക്ക് വേണ്ടി മുൾക്കിരീടം ധരിക്കുകയും സ്വപ്രാണനെ സമർപ്പിക്കുകയും ചെയ്തു എന്ന് എഫേസ്യലേഖനം 2:22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. പൗലോസ്ലീഹ അത് വളരെ വ്യക്തമായി അവിടെ പറയുന്നുമുണ്ട്. അപ്പോൾ നമുക്കൊരു യോഗ്യത, ഇവിടെ രൂത്തിന് പ്രത്യേകിച്ച് യോഗ്യതകളൊന്നുമില്ല. അവർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കവണ്ണമുള്ള പ്രാവീണ്യങ്ങളുമില്ല. പക്ഷേ ബോവസ് ഒരു വലിയ മനുഷ്യനാണ്. അവൾക്ക് വേണ്ടി സകല ത്യാഗവും സഹിക്കുവാൻ ഇവിടെ തയ്യാറാകുന്ന ഒരു മനോഭാവം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ ഇവരുടെ ജീവിതത്തിൽ ഇനിയും ഇവിടെ നടക്കാൻ പോവുകയാണ്. അതിലൂടെയാണ് യേശുവിൻ്റെ വംശാവലിയിൽ വരെ രൂത്ത് വരുവാൻ കാരണമായിട്ട് തീരുകയാണ്. ബോവസ് ലോകമുള്ള കാലത്തോളം അനുസ്മരിപ്പിക്കപ്പെടുന്ന ഒരു നല്ല മനുഷ്യനായി തീരാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നീതിപൂർവം സത്യപൂർവം നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങളൊക്കെ നമുക്ക് ലഭിക്കണം. പക്ഷേ അത് നീതിപൂർവം നമുക്കത് ലഭിക്കുമ്പോഴാണ് അതിന് സന്തോഷമുണ്ടാവുക. അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് ഇടയാക്കണം. അപ്പോൾ ക്രിസ്തുവാകുന്ന മണവാളനും നമ്മളുമായുള്ള വിവാഹ ഉടമ്പടി കഴിഞ്ഞു. അതായിരുന്നു മാമോദീസ. എന്നെ മാമോദീസയിൽ ആത്മീയ ആയുധം അണിയിച്ചാൻ വിരലിന്മേൽ മെയ്രക്തങ്ങൾ മോതിരമായിട്ട് 10 പേർക്ക് ഏകി നമ്മൾ പാടുന്നത് കൊണ്ടാണല്ലോ. ക്രിസ്തുവാകുന്ന മണവാളൻ നമുക്ക് നൽകിയതായ മോതിരം അവൻ്റെ ശരീരവും രക്തവുമാണ്. അതാണ് വിശുദ്ധ കുർബാന. അത് നൽകി ഇനി രണ്ടാമത് ആ കിരീടപാട് അവനോട് ചേർന്ന് വസിക്കാനുള്ള ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിനാണ് ബുദ്ധിയുള്ള കന്യകമാരുടെ ഉപമ കർത്താവ് നമ്മോട് പറഞ്ഞതെന്ന് നമുക്കറിയാം. മണവാളൻ എപ്പോൾ വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മണവാട്ടി സഭയായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ. ആ രൂത്ത് ബോവസിനെ വെയിറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ യഥാർത്ഥ മണവാളനായ ക്രിസ്തുവിനെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കൂടി നമുക്ക് കാത്തിരിക്കാം. യഥാസമയം ആ മണവാളൻ വന്ന് അവനോട് ചേരുവാൻ തക്കവണ്ണം ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിന് വിരുദ്ധമായി വരുന്ന എല്ലാ പൈശാചിക പ്രകോപനങ്ങളെയും ഒക്കെയും എതിർക്കുവാനും അതിനെ നേരിടുവാനും നമ്മുടെ പ്രാർത്ഥനകളും വേദപുസ്തക വായനകളും ധ്യാനങ്ങളും ഇതുപോലെയുള്ള ഈ ബോവസിൻ്റെയും രൂത്തിൻ്റെയും സംഭവങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതിന് പ്രകാരം നമ്മെ തന്നെ ഒന്ന് ഈ ദൈവസ്ഥലത്തിൽ രൂപാന്തരപ്പെടുത്തുവാനും നമുക്ക് ശ്രമിക്കാം.
നോമ്പിന് ദിവസങ്ങൾ ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.